വീട്ടിലെ നമ്മുടെയൊക്കെ വീട്ടിലെ നമ്മുടെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ആരുടെയോ ആകട്ടെ 6 വയസ്സുകാരി ഒരു പിഞ്ചു കുഞ്ഞിനെ ഈ കാമഭ്രാന്തൻ ഇങ്ങനെ വലിച്ചു കീറി കൊത്തി നുറുക്കിയതിന് ശേഷം അയാൾക്ക് ഇപ്പോഴും യാതൊരു പ്രശ്നവുമില്ലാതെ കേരളീയ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ അവസരമുണ്ടാക്കുന്നു എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആരെയാണ് നമ്മൾ പഠിക്കേണ്ടത്? ഒന്ന് പറയൂ. ഇപ്പോൾ പറഞ്ഞല്ലോ, വസീഫ് തന്നെ പറഞ്ഞല്ലോ, ആലുവയിൽ പെരുമ്പാവൂരിൽ നടന്ന കൊലപാതകവുമായി, ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു വാദത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങ് അംഗീകരിച്ചിരാവുന്നേ. ഞങ്ങൾ അതിൻ്റെ പേരിൽ കൂടിയാണ് ഭരണത്തിൽ നിന്ന് പുറത്തു പോയത്. അംഗീകരിച്ചുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങളെ അതിനാണോ തിരഞ്ഞെടുത്തത്? നിങ്ങൾ എന്താ പറഞ്ഞിരുന്നത്? നിങ്ങൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാനോളം പറഞ്ഞല്ലോ. ഇവിടെ ഞാൻ ചോദിക്കുന്ന, ആ പിഞ്ചു കുഞ്ഞിന് നീതി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? വാളയാറിലെ കുട്ടികൾക്ക് നീതി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? അതിന് പിന്നെ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? പ്രതിപക്ഷ നേതാവിനെ കുറ്റപ്പെടുത്തണോ? മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തണോ? ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? താങ്കളൊന്ന് പറയൂ. അപ്പോൾ ഇവിടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലല്ലാതെ കാര്യങ്ങൾ പോകുന്നു എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ സ്വന്തം പാർട്ടിക്കാരെ സഹായിക്കാൻ വേണ്ടി ആ നിയമത്തെ വളച്ചൊടിക്കുന്നു, ആ അന്വേഷണത്തിന് വളച്ചൊടിക്കുന്നു. ഇവിടെ ഡിവൈഎഫ്ഐ നോക്കൂ, ആ കുട്ടി കൊല്ലപ്പെട്ടു, പിന്നെ നീണ്ടുനിന്ന പ്രോസിക്യൂഷന് ശേഷം, കേസിന് ശേഷം കോടതി വിധി പറയുന്നു. നമ്മളൊക്കെ ഞെട്ടിത്തരിച്ചുപോയി. കാരണം അവിടെ വീഴ്ച ഒരിക്കൽ പോലും പറ്റില്ല എന്ന് വിശ്വസിച്ചാണ് നമ്മൾ കേരളത്തിലെ പോലീസിനെയും അതുപോലെ തന്നെ പ്രോസിക്യൂഷനെയും ഒക്കെ ചുമതലപ്പെടുത്തിയത്. നമ്മൾ ഓരോരുത്തരുമാണ് കേരളത്തിൻ്റെ ആ പോലീസിനെ അന്വേഷണ ചുമതല ഏർപ്പെടുത്തിയത്. നമ്മൾ ഓരോരുത്തരുമാണ് ആ പ്രോസിക്യൂഷനെ കേസ് വാദിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയത്. പക്ഷേ ആ കേസിൽ അമ്പയെ പോലീസ് മനഃപൂർവ്വമായി പരാജയപ്പെടുന്നു, പ്രോസിക്യൂഷൻ മനഃപൂർവ്വമായി പരാജയപ്പെടുന്നു, തെളിവുകൾ ഹാജരാക്കുന്നതിൽ അവർ പരാജയപ്പെടുന്നു. അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല. ആ പ്രതി സ്വൈരവിഹാരം നടത്തുന്നു, പുറത്തു വരുന്നു, അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല. പ്രതിയുടെ ബന്ധു ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ മനോനിലയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ കുട്ടിയുടെ പിതാവിനെ വീണ്ടും കൊല്ലാനുള്ള, ഞാൻ പറയുന്നതല്ല, കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടി ആക്രമിക്കുന്നു. ഇത് കേട്ടുകഴിയുണ്ടോ കേരളത്തിൽ കേട്ടുകഴിയുണ്ടോ? അപ്പോൾ ഡിവൈഎഫ്ഐ, എന്നിട്ടും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ വന്നിരുന്ന് അതിനെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് നീതിയാണ് ഇവിടെ നടക്കുന്നത്? നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളാണ്, നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്നുള്ളത് കൊണ്ട് ഇതെല്ലാം നിങ്ങളങ്ങ് ന്യായീകരിക്കുക എന്ന് പറയുന്നത് വസീഫെ, നിങ്ങളെപ്പോലുള്ള യുവജന പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷന് ശരിയായി തോന്നുന്നുണ്ടോ? ഇനിയെങ്കിലും താങ്കളൊന്ന് തുറന്നു സംസാരിക്കൂ. ആ കുട്ടിക്ക് നീതി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ കുട്ടിയുടെ കുടുംബത്തിന് നീതി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ കുട്ടിയുടെ പിതാവിനോട് ഇപ്പോൾ ഞാൻ പറഞ്ഞു പോട്ടെ, അങ്ങനെ തന്നെ പറഞ്ഞു പോകുന്നു. താങ്കളുടെ അവസരത്തിൽ അല്ലല്ല, ഇത് ശരിയല്ല. ഇത്തരത്തിൽ ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. വേണ്ട, ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. ഞാൻ ന്യായീകരിച്ചോ നോണ പറഞ്ഞത് താങ്കളാണെന്നേ. ഞാൻ പറയട്ടെ, എന്റെ അവസരത്തിൽ ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റായി മാറിയിരിക്കുന്നു എന്നുള്ളതിൽ തർക്കമില്ലല്ലോ. ആദ്യഘട്ടമായതുകൊണ്ടാണ് രണ്ടുപേരും പറഞ്ഞപ്പോൾ ഇടപെടാതെ പോയത്. ശരി, ഞാൻ ഇടപെടട്ടെ. അതിനെ പിന്തുണച്ചു അല്ലെങ്കിൽ അതിനെ പിന്തുണച്ചു എന്ന് പറയുന്നതാണ്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അപേക്ഷ പരിഗണിക്കാവുന്നതാണ്. അലിമ്പാക്കാനൊന്നും കരുതരുത്, അങ്ങനെ അലിമ്പാക്കാനൊന്നും കരുതണ്ട. വസീഫിനേക്കാൾ ഒച്ചത്തിൽ സംസാരിക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് അതൊന്നും കഴിയില്ല ചോമക്കാലെ. നിങ്ങളെയൊക്കെ വരച്ച വരെ നിർത്താനുള്ള ശേഷിയൊക്കെ എനിക്കുണ്ട്. പക്ഷെ എന്തറിയോ, ഈ സംസ്ഥാനത്തെ പോലീസും ജുഡീഷ്യറിയും ഈ സംസ്ഥാനത്തെ പോലീസും പെർഫെക്റ്റ് ആണ് എന്ന് താങ്കൾ പറഞ്ഞാൽ അത് പറയുക തന്നെ ചെയ്യും. അതിനോട് യോജിച്ച് സംസാരിച്ചാൽ നിൽക്കുന്നത് ആ കുഞ്ഞിന് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഒരു കാരണവശാലും വ്യക്തിപരമായ വെല്ലുവിളിയോ ചർച്ചയിൽ ഇതുപോലെ തന്നെയാ. അല്ലല്ല, അത് ശരിയല്ല. അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ മാധു, എന്റെ അവസരത്തിൽ ഞാൻ പറഞ്ഞു തീർക്കാവുള്ളൂ. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. താങ്കൾ ഉടനെ വേറെ കൊടുത്താൽ മതിയോ? നിങ്ങളിൽ ആര് പറയുന്നതാണ് ഞാനും പ്രേക്ഷകരും കേൾക്കേണ്ടത്? ഞാൻ സംസാരിക്കുന്നത് അല്ലല്ല,
നമ്മളിത് നമ്മളൊരു വിഷയം അങ്ങൊന്ന് നിൽക്കൂ. ഞാൻ അങ്ങേക്ക് തുടരാൻ അങ്ങേക്ക് പറഞ്ഞു വന്നത് പൂർത്തീകരിക്കാൻ സമയം തരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഒന്ന് നിൽക്കൂ രണ്ടുപേരും. നമ്മൾ എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഗൗരവമുള്ള ഒരു വിഷയം എടുത്ത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ ഭാഗങ്ങൾ ന്യായീകരിക്കാനാണല്ലോ. രണ്ടുപേരും ഒരേ സമയം ഒരേ തരം ശബ്ദമുയർത്തി സംസാരിച്ചാൽ ആർക്കും മനസ്സിലാകുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് വ്യക്തിപരമായ ഫൈറ്റ് അല്ല എന്നത് നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കുമല്ലോ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അങ്ങ് പറഞ്ഞു വന്നത് പൂർത്തീകരിക്കൂ. വസീഫ് ഉന്നയിച്ച ഒരൊറ്റ കാര്യം, വസീഫ് പിന്തുണച്ചു എന്ന് പറയരുത് എന്നാണ്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അപേക്ഷയാണ്. മാധു, നിങ്ങൾ രണ്ടുപേരും അത് നിർത്തണം എന്ന് പറയുന്ന വാദഗതി അത്തരത്തിലല്ല മാധു സംസാരിക്കുന്നത്. തർക്കിക്കരുത് എന്നേ പറഞ്ഞുള്ളൂ. രണ്ടുപേരും തർക്കിച്ചല്ലോ. ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അത് ശരിയാണ്. ശരി, അങ്ങ് പൂർത്തീകരിക്കൂ. എന്റെ അവസരത്തിലാകെ തർക്കിച്ചത് അതെന്താ താങ്കൾ പറയാത്തത്? ശരി, അങ്ങ് പൂർത്തീകരിക്കൂ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് വസീഫിന് പറയാനുള്ളത് വസീഫ് പറഞ്ഞു. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹം എന്ന് പറഞ്ഞത് തെറ്റാണോ? അല്ല. അദ്ദേഹം മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെ ന്യായീകരിച്ചു എന്ന് പറഞ്ഞത് തെറ്റാണോ? അല്ല. അങ്ങനെ ന്യായീകരിക്കേണ്ട സാഹചര്യമല്ല ഇതിലുള്ളത് എന്ന എന്റെ വാദഗതി ഞാൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനിടയ്ക്ക് കയറി വസീഫ് സംസാരിക്കുന്നതാണ് പ്രശ്നം. അങ്ങനെ വസീഫ് മുന്നോട്ട് സംസാരിച്ചു പോകാനാണ് എന്റെ സംസാരം തടസ്സപ്പെടുത്താനാണെങ്കിൽ വസീഫും തുറന്ന് സംസാരിക്കില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ അതിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നും പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും വീഴ്ച ഉണ്ടായി. ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ആ കുട്ടിയെ കടിച്ചു കീറിയവർക്ക് കൃത്യമായി ശിക്ഷ നൽകിയില്ല. മാതാപിതാക്കൾക്ക് നീതി ലഭിച്ചില്ല. അതിനുശേഷം ആ കേസുമായി ബന്ധപ്പെട്ട് തന്നെ തുടർന്ന് ആ കുട്ടിയുടെ മാതാപിതാക്കളെ ആക്രമിക്കുന്ന സാഹചര്യം കേരളത്തിൽ കേട്ടുകേഴ്വിയുണ്ടോ? എന്നിട്ട് ഞങ്ങൾ സമരം നടത്തി, അതുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഡിവൈഎഫ്ഐയുടെ പങ്ക് പൂർത്തീകരിക്കപ്പെടുമോ? ഇല്ല. ഇവിടെ നമുക്ക് വേണ്ടത് സർക്കാർ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്, കേരളത്തിലെ സർക്കാർ, പോലീസ്, അതാണ് അവരുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തിൽ വീഴ്ചയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങളുടെ മേക്കിട്ട് കയറുകയല്ല വേണ്ടത്.